ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ 2 കറി നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി കേട്ടോ. അപ്പം നമുക്ക് ഓണസദ്യക്ക് നാരങ്ങാച്ചാർ ഉണ്ടെങ്കിൽ അത് ഒരു പൂർണ്ണതയാണ് അല്ലേ. സദ്യക്ക് ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടി ഒരു നാരങ്ങാച്ചാറും കൂടെ വേണം. അതും കറി നാരങ്ങ കൊണ്ട് ഒരു അച്ചാറും കൂടെ. ഇത് ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. അപ്പം ഇതൊന്ന് അരിഞ്ഞ്, അതായത് കുരുവെല്ലാം ഒന്ന് മാറ്റിയിട്ട്, അത് തൊലിയൊന്നും കളയുന്നൊന്നുമില്ല, തൊലിയോടുകൂടിയാണ് അച്ചാർ ഇടുന്നത്. ഒരു കയ്പൊന്നുമില്ല കേട്ടോ. അധികം നമ്മൾ മറ്റേ നാരങ്ങ അച്ചാറിന് അത്രയും കയ്പൊന്നുമില്ല. അപ്പോൾ ഇത് തൊലിയോടുകൂടി നമുക്ക് അച്ചാറിടാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് സ്ലൈസ് ആക്കി ഇട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. നമുക്ക് അച്ചാർ കൂട്ടുമ്പോൾ 1-2 പീസ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ചെറിയ പീസ് തന്നെ മതി കേട്ടോ. ചെറിയ പീസാക്കി അരിഞ്ഞെടുത്താൽ മതി. ആ ചെറിയ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ അച്ചാറിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഈ കറി നാരങ്ങ അച്ചാറിനാട്ടോ. അതേപോലെ അത്രയും കയ്പും ഇല്ല. അതേപോലെ അച്ചാറിടാൻ വളരെ എളുപ്പമാണ്. മറ്റേതാണെങ്കിൽ ആവി കയറ്റിയിട്ട് അത് ചൂടാറിയതിനു ശേഷം മാത്രം നമുക്ക് അരിഞ്ഞെടുത്ത് അച്ചാറിടാനൊക്കെ ഉള്ളൂ. അതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് അരിഞ്ഞങ്ങ് അച്ചാറിടാം. അപ്പോൾ അതാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പുരട്ടി അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സാധാ വലിപ്പമുള്ള 2 തുടം വെളുത്തുള്ളി. അതാണെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിൽ 2 കീറിയിട്ടിട്ട് കൊടുക്കാം. ഞാൻ അപ്പം അധികം വലിപ്പം ഇല്ല, അതുകൊണ്ട് വലിപ്പമുള്ളത് മാത്രമേ അരിഞ്ഞിട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം മുഴുവനായിട്ട് കിടക്കും കേട്ടോ. അത് ഇടയ്ക്ക് നമുക്ക് അച്ചാറിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടമുളകാണ് കേട്ടോ. ഉണ്ടമുളകിനെക്കാട്ടി നല്ല ടേസ്റ്റ് നമുക്ക് കാന്താരി മുളകാണ്. അപ്പം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് അച്ചാർ ഇടുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അച്ചാറിടാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ഉണ്ടമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മൂത്ത സ്മെല്ല് വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് പൊടികളൊന്നും ചേർക്കാതെയാണ് അച്ചാറിടുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.